അപ്പോൾ ഇന്നത്തെ മീൻപിടുത്തം കഴിഞ്ഞിട്ട് ചെറിയൊരു വരാല് ഏകദേശം 1 കിലോയ്ക്ക് മേൽ കാണണം. അല്ല സൈസ്. അപ്പോൾ നമ്മളിത് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു കാസ്റ്റിങ്ങിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം പറയുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, ചേട്ടാ സ്റ്റിക്ക് എടുത്തിട്ട് മീനൊന്നും കിട്ടുന്നില്ലെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നല്ലൊരു സ്പോട്ട് നമ്മൾ തപ്പി പിടിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. അല്ലാതെ മീൻ ഇല്ലാത്തടത്ത് പോയി എറിഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പം ഈ കാണുന്ന വീഡിയോക്കകത്ത് കാണുന്ന നല്ലൊരു കിടിലൻ സ്പോട്ടാണ്. ഇവിടെ എന്തായാലും വരാലല്ലെങ്കിൽ ചെറുമീൻ എന്തായാലും കാണും. അപ്പം നമ്മൾ ആദ്യം തന്നെ 1-2 വട്ടം ഒന്നും എറിഞ്ഞിട്ട് കാര്യമില്ല. ഈ വീഡിയോക്കകത്ത് തന്നെ നമ്മളൊരു 8-9 വട്ടം എറിഞ്ഞിട്ടാണ് മീനടിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പം കട്ട് ചെയ്യാതെ ഇപ്പം നിങ്ങളെ കാണിക്കുന്നത്. പലരുടെയും ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോ കാണുക, നേരെ പോയി സ്റ്റിക്ക് വാങ്ങിക്കുക, ഇടുക. 2-3 വട്ടം എറിയുമ്പോൾ മീൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് ഒരു സ്പോട്ട് നമ്മൾ തപ്പിപ്പിടിച്ച് ഒരു 10-20 ചിലപ്പോൾ 30 വട്ടം എറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ മീൻ അടിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊരു നല്ല സ്പോട്ടാണ്. അത്യാവശ്യം പോളയും കടകൾ നിറഞ്ഞ, പിന്നെ നടുക്ക് നല്ലൊരു ഗ്യാപ്പും ഉണ്ട്. ആ ഗ്യാപ്പിൽ എന്തായാലും വരാലോ ചെറുമീനോ കാണും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നോക്കിയാണ് നമ്മളെപ്പോഴും കൂടുതലും കാസ്റ്റ് ചെയ്യാൻ പോകാറുള്ളത്. ഇപ്പോൾ നമ്മുടെ ഒരു ഫോളോപ്പ് ഇട്ടിട്ടുണ്ട് അവിടെ നിന്ന്. ഇത് നമ്മുടെ ആദ്യത്തെ വരാൽ അടിച്ചിരിക്കുകയാണ് ഗൈസ്. അല്ല നാടൻ വരാലാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് മീൻ പിടിക്കുന്നത്. കണ്ടോ, ഇത് കയറി വരുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ വരാലാണ് കേട്ടോ. അല്ല നാടൻ വരാല്. നോക്കി അതിൻ്റെ കളറ് നോക്കി, അല്ല കറുത്ത്. നമുക്ക് നാടൻ തേര് വരായിട്ടിട്ടുണ്ട്. നല്ല സൈസ് കാണുന്നത്. 1 കിലോയ്ക്ക് മേൽ എന്തായാലും ഉണ്ട്. നല്ല നാടൻ വരാല്. സൈസ് കണ്ടോ ഗൈസ്, നല്ല മഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ മീൻപിടുത്തം കഴിഞ്ഞിട്ട് ചെറിയൊരു വരാല് ഏകദേശം 1 കിലോയ്ക്ക് മേൽ കാണണം. എന്താ സൈസ് കാണും. എൻ്റെ പ്രധാനത്തെ ഇപ്പം നല്ല നാടൻ വരാല കേട്ടോ. ഇത് മഞ്ഞ നിറം കണ്ട, അതാണ് നല്ല നാടൻ വരാൽ. അപ്പോൾ അത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളത് ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും